അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും തൃപ്തികരവുമായ വാക്കുകളിൽപ്പെട്ട ഒന്നാണ് അൽഹംദുലില്ലാ എന്നത്. ഹംദ് എന്ന പദം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഹംദും ശുക്രും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ രണ്ട് പദങ്ങൾക്കും ഒട്ടേറെ നിർവചനങ്ങൾ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നൽകിയത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ശുക്ർ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച ഉപകാരത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യുപകാരത്തിൻ്റെ വാക്കാണ് ശുക്ർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യുപകാരമാണ് യഥാർത്ഥത്തിൽ നന്ദി എന്നത്. എന്നാൽ ഹംദ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് നമുക്ക് തിരിച്ച് യാതൊരു രൂപത്തിലും ഒരു പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസരങ്ങളിലാണ് ഈ ഹംദ് എന്നൊരു പദം പ്രസക്തമാക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു അനുഗ്രഹത്തിന് പോലും ഒരു പ്രത്യുപകാരമായിക്കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ഒരു വിശ്വാസി സുജൂദിൽ കിടന്നാൽ പോലും ആ ഒരു അനുഗ്രഹത്തിനുള്ള പ്രത്യുപകാരമാവുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ ഹംദ് പ്രസക്തമാകുന്നത്. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ ചക്രവാളങ്ങളിലും നിങ്ങളുടെ ശരീരങ്ങളിലും പ്രകടമാക്കുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വഇൻ തഅദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ തീർച്ചയായും ഒരിക്കലും നിങ്ങൾക്കത് എണ്ണി പൂർത്തിയാക്കാൻ സാധ്യമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും പേനകളാവുകയും സമുദ്രങ്ങൾ മുഴുവൻ മഷിയാവുകയും ചെയ്താൽ പോലും അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അത് എഴുതി പൂർത്തിയാക്കാൻ സാധ്യമല്ല എന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ഹംദ് എന്ന പദം അത് തീർച്ചയായും അത് അള്ളാഹുവിൽ മാത്രമാണ് പ്രസക്തമാകുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് അൽഹംദു ലില്ലാ എന്ന് പറയുന്നത്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഒരു അടിമ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു അതിൽ സന്തോഷിക്കുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ ഹംദ് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.